നമ്മൾ കണ്ടല്ലോ GoPro 8, 9, 10 Max. ഇനി നമുക്ക് പോകാനുള്ളത് ഇൻസ്റ്റയിലേക്കാണ്. സെയിം GoPro 8, 9 കമ്പാരിസൺ ചെയ്യുന്നത് നമ്മളടുത്ത് വാങ്ങുന്നുണ്ടെങ്കിൽ ഒരു 200 to 250 dirhams കുറവായിരിക്കും. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ GoPro സെക്ഷൻ ആണ്. നമ്മുടെ ഹനീഫ് ഭായ് തന്നെയാണ്, സിറ്റി ചോയ്സിൽ തന്നെ. ഓക്കെ, റൈസ് ഭായ് ഉണ്ട് കേട്ടോ നമ്മുടെ ഒപ്പം. ഇന്ന് ഇവരാണ് ക്യാമറ സെക്ഷൻ ഡീൽ ചെയ്യുന്നത്, ക്യാമറ ആൻഡ് പെർഫ്യൂം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ പെർഫ്യൂമിനെ പറ്റിയിട്ടായിരുന്നു. ബ്രോ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്, ലിങ്ക് മേളിൽ വരുന്നുണ്ട്, കയറി കണ്ടോളുക. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് GoProനെ പറ്റിയാണ്. ബ്രോ ഏതാ സ്റ്റാർട്ടിങ് ഇപ്പൊ ലേറ്റസ്റ്റ് മോഡലാണ് GoPro 10 ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഫീച്ചേഴ്സ് എന്താണ് ബ്രോ? ഫീച്ചേഴ്സ് 23 മെഗാപിക്സൽ വരുന്നത്, 5.3K and 60. അതായത് വീഡിയോ റെസൊല്യൂഷൻ ആണ്. ഇതിലത്ത് 4K 128 വരുന്നുണ്ട്. പുതിയ ഫീച്ചേഴ്സ് വന്നിട്ട് ഇത് 3 മെഗാപിക്സൽ കൂടുതലായിരിക്കും. 4K എഡിഷൻ കുറച്ച് കൂടിയിട്ടുണ്ട്. GoProന്റെ 9 ആയിരുന്നു, അതിനേക്കാളും ക്ലാരിറ്റി നല്ല കൂടുതലായിരിക്കും അല്ലേ? ക്യാമറ ക്ലാരിറ്റി കൂടുതലാണ്. 5K 30 ഇതിലൊന്നും വന്നിട്ടുണ്ട്. 5K 60 വന്നിട്ടുണ്ട്. 5K ഇവിടെ തന്നെ കാണാമല്ലോ, ഇവിടെ റെസൊല്യൂഷനെല്ലാം സെയിം ആണ്. പക്ഷേ GP2 പ്രൊസസർ എന്ന് പറഞ്ഞ പ്രൊസസറാണ് 10 വന്നിട്ടുണ്ട്. അത് ശരി. പിന്നെ ഇതിന്റെ എങ്ങനെയാണ് നമ്മുടെ വാട്ടർ റെസിസ്റ്റന്റ് കപ്പാസിറ്റി? വാട്ടർ റെസിസ്റ്റന്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ GoProന്റെ വാട്ടർ പ്രൂഫിന്റെ വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അതിനായിട്ട് അതിന്റെ ഗാഡ്ഗറ്റ് യൂസ് ചെയ്യണം. 33 ഫീറ്റ് വരെ അതൊരു ടൈം പീരീഡ് ആണ്. ഈ 33 ഫീറ്റ് 10 മീറ്റർ എന്ന് പറയുന്ന സംഭവം ഒരു ടൈം പീരീഡ് ആണ്. ശരി ബ്രോ, ഈ 9 and 10 ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് കൂടുതൽ ഇപ്പോൾ സെയിലായിട്ട് പോകുന്നത്? ഇപ്പോൾ കൂടുതൽ സെയിൽ 10 തന്നെയാണ്. GP2 പ്രൊസസർ എന്ന് പറഞ്ഞ സംഭവം വന്നിട്ടില്ല. കുറച്ചുകൂടി ഫാസ്റ്റ് ആണ്, ഹാങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല അടിപൊളി സെയിലാണ്. പിന്നെ 9 അതുപോലെ തന്നെ പ്രൈസ് കുറഞ്ഞതുകൊണ്ട് അതില് ഉപരി അതും പോകുന്നുണ്ട്. ശരി ശരി ശരി. അപ്പോ ഇതിന്റെ പ്രൈസ് ഒന്ന് പറഞ്ഞേ. ഇതില് 1350 dirhams ആണ് വരുന്നത്. 1350 dirhams ആണ് വരുന്നത് GoPro 9. ശരി. GoProന്റെ 10 വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 1600 dirhams. 1600 dirhams വരുന്നുണ്ട്. 1600 മൈനസ് 1350 250 dirhamsന് ഒരു ഡിഫറൻസേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. എല്ലാം പ്ലസ് വാറ്റ വരുന്ന ടൂറിസ്റ്റ് കസ്റ്റമർ ആണെങ്കിൽ ടാക്സ് റീഫണ്ടബിൾ ആണ്. ശരി ശരി ശരി. ഇതിന് തന്നെ സെയിം ഫീച്ചേഴ്സിന് വരുന്ന സാധനമാണ് Insta 360. നമ്മൾ ആദ്യം ഇൻസ്റ്റയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് GoPro 8 കൂടെ പറഞ്ഞേക്കാം. GoPro 8 ഉണ്ട്. GoPro 8 സിംഗിൾ പാക്ക് അല്ല, ഇപ്പൊ ഒരു പുതിയ പാക്കിംഗ് ആവുന്നില്ല. ഇത് ഒരു വാട്ടർ പ്രൂഫ് കേസ് ആൻഡ് സിലിക്കൺ കേസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള പാക്കേജ് വരുന്ന 1300 dirhams. 1300 dirhams ആണല്ലേ? ഒരു കേസും കൂടെ വരുന്നുണ്ട് ഇതിന്റെ കേസ് ആൻഡ് സിലിക്കൺ കേസ്. കേസിന്റെ ഒരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫ് വെള്ളത്തിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ സെപ്പറേറ്റ് മേടിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 250 dirhams കൊടുക്കണം. സിംഗിൾ പാക്ക് 1150 ആണ്. സിംഗിൾ പാക്ക് കൂടെ അവൈലബിൾ ആണല്ലേ? അവൈലബിൾ അത് കിട്ടും. ഇപ്പൊ ഷോർട്ടേജ് ആയിട്ടാണ് കുറച്ച് ഷോർട്ടേജ്. ഇനി പെട്ടെന്ന് തന്നെ GoPro 8നും ഒരു ഷോർട്ട് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പൊ 2 വന്നിട്ടുണ്ട് ഓൾറെഡി. GoPro 11 ചിലപ്പോൾ അടുത്ത് തന്നെ ഇറങ്ങുമായിരിക്കുമല്ലോ. അതെന്തായാലും ഒരു 8 month എന്തായാലും എടുക്കും. 7 month അങ്ങനെ ആ ഒരു ഗ്യാപ്പിലാണ് ഇവർ ഇറക്കുന്നത്. ഒരു 1 year ഗ്യാപ്പിലാണ് വരുന്നത്. വേറെ പറഞ്ഞ കാര്യം പറയാനുള്ളത് മാക്സിനെ പറ്റിയിട്ടാണ്. 360 5.60 വരിക. 16 മീറ്റർ ആണ് ഇതിന്റെ വരുന്നത്. 16 മീറ്റർ, അതായത് ഇതിന്റെ നേരെ പകുതിയാണ്. ഇത് മറ്റേ 33 ആണെങ്കിൽ ഇത് 5 മീറ്റർ വരെ. ഓക്കെ, ഇത് ലൈവ് സ്ട്രീമിംഗ് കാര്യങ്ങളെല്ലാം പറ്റിയ. ശരി ശരി. ഇതിന്റെ വേറെ എഡിഷൻ ഒന്നും വരുന്നില്ല? ഇതിലൊന്നും വന്നിട്ടില്ല. GoPro Max എന്ന് പറഞ്ഞാൽ ഇത് പുതിയ വെർഷൻ ആണ്. പുതിയ വെർഷൻ. ഇത് GoPro Max പുതിയൊരു പാക്കിങ്ങോട് കൂടിയിട്ട് ആദ്യം ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള പാക്കിംഗ് ആയിരുന്നു. കാണാൻ പറ്റുന്ന ഗ്ലാസിന്റെ ഉള്ളിലുള്ള. ഇപ്പൊ എത്രയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്? 1750 വരുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടല്ലോ GoPro 8, 9, 10 Max. ഇനി നമുക്ക് പോകാനുള്ളത് ഇൻസ്റ്റയിലേക്കാണ്. അപ്പോൾ Insta 4K എഡിഷൻ ഫസ്റ്റ് പരിചയപ്പെടുത്താം. Insta 4K എഡിഷൻ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ 2021 നമ്മൾ GoProന്റെ വീഡിയോ എടുത്തതാണ്. പക്ഷെ പ്രൈസിന് കാര്യമായ വേരിയേഷൻ വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ വീണ്ടും വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നത്. ഓക്കെ, Insta 360 4K എഡിഷൻ എന്ന് പറഞ്ഞാൽ ഇത് സെയിം GoPro 8, 9 കമ്പാരിസൺ ചെയ്യുന്നതാണെങ്കിൽ ഈ ഒരു സംഭവം. അപ്പൊ എത്ര പ്രൈസ് എന്ന് പറഞ്ഞാൽ 1200 ആണ് നമ്മുടെ ഈ Insta 360 4K എഡിഷൻ വരുന്നത്. ശരി. ഇതിൽ തന്നെ ട്വിൻ എഡിഷൻ മാക്സും ഈ 9 കൂടി ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഈ ട്വിൻ എഡിഷൻ വരുന്നത്. ഇത് 5K വരുന്നത്, ഇത് 4K വരും. ചെറിയൊരു വേരിയേഷൻ അതിന്റെ ക്ലാരിറ്റിന്റെ ബേസിലുണ്ടാവും. ട്വിൻ എഡിഷൻ എന്താ നിങ്ങൾക്ക് സ്വിച്ചബിൾ ആണ്. ഓക്കെ, അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ട പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പ്രൈസിന് ചെറിയൊരു വ്യത്യാസം. 1600, ഇത് 1200. ഓക്കെ ഓക്കെ. കഴിഞ്ഞ 2021 എത്രയായിരുന്നു ബ്രോ? അത് നിങ്ങൾക്ക് 1750 അങ്ങനെ പ്രൈസ് ഉണ്ടായിരുന്നു. 1800 ആ റേഞ്ചിലാണ്. 1800 റേഞ്ചിലാണ് വരുന്നത് അല്ലേ? ശരി ശരി. ഓക്കെ, അതാണ്. പിന്നെ നമ്മുടെ Insta X2 എന്ന് പറഞ്ഞ മോഡൽ ഇതാണ്. ഇനി Insta 1x2 ഇതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഫേക്ക് ഡ്രോൺ, ഫേക്ക് ഡ്രോൺ അങ്ങനത്തെ ഒരു ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും വീഡിയോയില്.
അതൊരു ഡ്രോൺ പർപ്പസ് പോലെ അല്ലേ? ഡ്രോൺ പർപ്പസ് പോലെ നിങ്ങൾക്ക് ഒരു 300 സെന്റിമീറ്റർ സ്റ്റിക്ക് വരുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഡ്രോണിന്റെ അപ്പോൾ നമ്മൾ 300 സെന്റിമീറ്റർ സ്റ്റിക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം. സെപ്പറേറ്റ് വാങ്ങണം. അതിന് എത്ര വരും? അതിന് ഒരു 285 dirhams. 285 dirhams. ഇതിനുള്ള ഇൻവിസിബിൾ സ്റ്റിക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കണം. 70 സെന്റിമീറ്റർ വരുന്നുണ്ട്, 120 സെന്റിമീറ്റർ വരുന്നുണ്ട്. 70 സെന്റിമീറ്റർ 105 dirhams ആണ്. പിന്നെ 120 സെന്റിമീറ്റർ ഒരു 130. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇതിന് ബണ്ടിൽ പാക്ക് അതായത് വരുന്നില്ലേ, സ്റ്റിക്ക് ഇൻക്ലൂഡഡ് ആയിട്ട് അങ്ങനെ ഒന്നും വരുന്നില്ല? അങ്ങനെ വരുന്നില്ല. ഇതിപ്പോ സിംഗിൾ ആയിട്ട് നമ്മൾ എടുക്കണം അല്ലേ? ബണ്ടിൽ പാക്ക് വരുന്നുണ്ട്, ഇങ്ങനെ ഒഫീഷ്യൽ സ്റ്റോറിലെല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ ആ പ്രൈസിങ് കൂടുതലായിരിക്കും. ഇതിന് സെപ്പറേറ്റ് നമ്മളിപ്പോ നമ്മളെടുത്ത് വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 200 to 250 dirhams കുറവായിരിക്കും. ശരി ശരി ശരി. ഇത് നിങ്ങൾ ഹോൾസെയിൽ പ്രൈസിലാണല്ലോ? ഇത് ഇൻസ്റ്റാ 360 1x2 ആണെങ്കിൽ 1600 dirhams. 1600 dirhams അല്ലേ? ഇതും 1600 dirhams ആണ്. ഇത് പറയുന്നതൊന്നും ഇന്ത്യൻ റുപ്പി അല്ല കേട്ടോ, ദറംസ് ആണ് പറയുന്നത്. UAE ദറംസ് ആണ് കേട്ടോ പറയുന്നത്. ഓക്കെ ശരി. ആക്ഷനില് പിന്നെ വരുന്ന Dji Action 2 എന്ന് പറഞ്ഞൊരു മോഡൽ. Insta Action 2. ഓക്കെ, എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇതിന് മാഗ്നറ്റിക് ടൈപ്പാണ് വരുന്നത്. ഓക്കെ, ഇത് എവിടെ വേണേ കംഫർട്ടബിൾ ആയിട്ട് എവിടെ വേണേ യൂസ് ചെയ്യാം. ലൈക്ക് ഇതല്ല, ചെറിയ ചെറിയ അല്ലേ, നമുക്ക് മാല പോലെ ഉപയോഗിക്കാം. അതാണ് കാണിച്ചിരിക്കുന്നത്, ചെറിയൊരു മാല പോലെ ഉപയോഗിക്കാം. കയ്യിൽ മാഗ്നറ്റിക് ആണ് ഇത്. എവിടെ വേണേ നമ്മൾ അത് ഒരു പോട്ടിന്റെ ഒരു സ്റ്റിക്കിന്റെ ചെയ്യേണ്ട ആവശ്യമില്ല. മാഗ്നറ്റിക് ടൈപ്പ് ഏതൊരു ഇരുമ്പിലേക്കും അതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളൂ സംഭവം. ശരി, ഇത് പുതിയ വേർഷൻ ആണോ അതോ നേരത്തെ കണ്ടിട്ടില്ല? ആക്ഷൻ 1 ഉണ്ടായിരുന്നു, അതിലേക്ക് GoPro പോലെയായിരുന്നു. ഇപ്പൊ ആക്ഷൻ 2 നല്ലൊരു പവർഫുൾ. ഇതിന് സ്റ്റിക്കില്ല. ഓക്കെ, എവിടെയെങ്കിലും നമ്മളിങ്ങനെ ഒട്ടിച്ചു വെക്കുന്ന രീതിയിൽ സ്റ്റിക്കും യൂസ് ചെയ്യാം. ശരി, ഇതിനായിട്ടുള്ള ആക്സസറീസ് വരുന്നുണ്ട്. അത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവൈലബിൾ ഉണ്ട്. ശരി ശരി. അതിന് എത്ര പ്രൈസ് എന്ന് പറഞ്ഞാൽ? ഇതിന് 1900 dirhams. 1900 dirhams. 1900. പിന്നെ ഇൻസ്റ്റാ 360 Go 2. ഓക്കെ, ഇത് 2.7K വരും. ഇതിന് നിങ്ങൾക്ക് 1150 dirhams. 1150 dirhams. നാട്ടിൽ അടക്ക പക്ഷി എന്നെല്ലാം പറയുന്ന സംഭവം. എങ്ങനെ? ചെറിയ മറ്റേ കുരുവിയില്ല, അതുപോലത്തെ ശരിയാണല്ലോ. ശരി, ഓക്കെ. ഈ ഗോപ്രോനേക്കാളും കൂടുതൽ ആക്ഷൻ ക്യാമറയിൽ ലിസ്റ്റ് ഉണ്ടല്ലോ. ഇത് ഭയങ്കര സംഭവം. നമ്മളെ ഇൻസ്റ്റയിലെല്ലാം ഇട്ടിട്ടുണ്ട് ഇതിന്റെ വീഡിയോ. അത് ശരി ശരി ശരി. നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ഏതാ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ബ്രോ? നെക്സ്റ്റ് ആക്ഷൻ ക്യാമറ ഇത്രേ ഉള്ളൂ. ക്യാമറ സെക്ഷൻ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ക്യാമറ സെക്ഷൻ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. കാരണം ഇന്ന് ആക്ഷൻ ക്യാമറയുടെ വീഡിയോ മാത്രമായിട്ട് പോട്ടെ. ഓക്കെ, അപ്പൊ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കില്ലല്ലോ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.